നമസ്കാരം. PSC പരീക്ഷാ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കും. ഇത് സംബന്ധിച്ച് സർക്കാരിന് നിയമോപദേശം ലഭിച്ച പശ്ചാത്തലത്തിലാണ് അന്വേഷണം വിജിലൻസിന് കൈമാറാനുള്ള നീക്കം. PSCയുടെ അന്വേഷണം ശരിയായ വിധത്തിലല്ലെന്ന ആരോപണമുയർന്നതിന് പിന്നാലെയാണ് കേസ് വിജിലൻസിനെ ഏൽപ്പിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ നിയമോപദേശം തേടുന്നത്. ചെയർമാന് കീഴിലുള്ള ഉദ്യോഗസ്ഥന് അന്വേഷണ ചുമതല നൽകിയത് വിവാദമായിരുന്നു. അന്വേഷണം അട്ടിമറിക്കാനാണ് ഇതെന്നായിരുന്നു വിമർശനം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കൊടുങ്ങല്ലൂർ തൃശൂർ റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിശോധിക്കാൻ ചീഫ് ടെക്നിക്കൽ എക്സാമിനർ നേരിട്ട് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. 4 ആഴ്ചയ്ക്കുള്ളിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് KSTP. തൃശൂർ അമല ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരത്തിന് വിരാമം. ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ മാനേജ്മെന്റുമായി ധാരണയായതോടെയാണ് സമരം പിൻവലിച്ചത്. റോഡിലെ കുഴിയും വെള്ളക്കെട്ടും വേറിട്ട പ്രതിഷേധവുമായി നാട്ടുകാർ. കയ്പമംഗലം ചളിങ്ങാട ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ വെള്ളക്കെട്ടിൽ കുളിച്ചും വഞ്ചിയിറക്കിയും പോത്തിനെ കുളിപ്പിച്ചും മീൻ പിടിച്ചും പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ തൃശൂർ റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിശോധിക്കാൻ ചീഫ് ടെക്നിക്കൽ എക്സാമിനർ നേരിട്ട് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. ഈ മാസം 29-നകം റിപ്പോർട്ട് നൽകാനാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർദ്ദേശം. അതേസമയം 4 ആഴ്ചയ്ക്കുള്ളിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് KSTP കോടതിയെ അറിയിച്ചു. ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ ഏകദേശം 250 കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കുന്ന കൊടുങ്ങല്ലൂർ തൃശൂർ റോഡ് നവീകരണ പദ്ധതി വർഷങ്ങൾ പിന്നിട്ടിട്ടും പൂർത്തിയാകാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. DPR പ്രകാരം വൈദ്യുതി പോസ്റ്റുകളും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളും മാറ്റി സ്ഥാപിച്ച് റോഡിന്റെ വീതി വർദ്ധിപ്പിക്കേണ്ടതായിരുന്നുവെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. എന്നാൽ നിർമ്മാണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചതായും ഇതുമൂലം പല ഭാഗങ്ങളിലും അപകട സാധ്യതയും യാത്രാ ദുരിതവും വർദ്ധിച്ചതായും ഹർജിയിൽ ആരോപിക്കുന്നു. സോഷ്യൽ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസിന്റെ പ്രവർത്തകരായ PA സീതി, PA കരുണാകരൻ എന്നിവർ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. നിർമ്മാണത്തിലെ പിഴവുകളും പോരായ്മകളും കണ്ടെത്താൻ ചീഫ് ടെക്നിക്കൽ എക്സാമിനറുടെ പരിശോധന അനിവാര്യമാണെന്ന് ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം 29-നകം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചത്. അതേസമയം 4 ആഴ്ചയ്ക്കുള്ളിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് KSTP ഹൈക്കോടതിയെ അറിയിച്ചു. പരിശോധനയിൽ DPR വ്യവസ്ഥകൾ ലംഘിച്ചതായി കണ്ടെത്തിയാൽ വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് സോഷ്യൽ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ് ഭാരവാഹികൾ അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തൃശൂർ അമല ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരത്തിന് വിരാമം. ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ മാനേജ്മെന്റുമായി ധാരണയായതോടെയാണ് സമരം പിൻവലിച്ചത്. എന്നാൽ ജൂബിലി മിഷൻ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം തുടരുകയാണ്. ശമ്പള വർധനവ് അംഗീകരിച്ചുകൊണ്ടുള്ള മാനേജ്മെന്റിന്റെ തീരുമാനത്തോടെയാണ് തൃശൂർ അമല ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം അവസാനിച്ചത്. നഴ്സുമാർക്ക് പ്രതിമാസം 4000 രൂപ മുതൽ 6000 രൂപ വരെ ശമ്പള വർധനവ് നൽകാൻ മാനേജ്മെന്റ് സമ്മതിച്ചു. സമരത്തിൽ പങ്കെടുത്ത ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കില്ലെന്ന ഉറപ്പും മാനേജ്മെന്റ് നൽകിയതായി സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. തീരുമാനത്തെ തുടർന്ന് ആശുപത്രിയിലെ സമരം ഔദ്യോഗികമായി പിൻവലിച്ചു. അതേസമയം ജൂബിലി മിഷൻ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം തുടരുകയാണ്. ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെയുള്ള സമര പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് സംഘടനയുടെ തീരുമാനം. സർക്കാർ തലത്തിലുള്ള അടുത്ത ശമ്പള പരിഷ്കരണം നടപ്പിലാകുമ്പോൾ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന നിലപാടാണ് നേരത്തെ ആശുപത്രി മാനേജ്മെന്റ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഈ നിർദ്ദേശം അംഗീകരിക്കാനാകില്ലെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ വ്യക്തമാക്കിയിരുന്നു. അതേസമയം നഴ്സുമാരുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 1-ന് മാനേജ്മെന്റ് കൈക്കൊണ്ട തീരുമാനം സംഘടന ഇപ്പോഴാണ് അംഗീകരിച്ചതെന്നാണ് ആശുപത്രി മാനേജ്മെന്റിന്റെ വിശദീകരണം. സംസ്ഥാനത്തെ മറ്റ് സ്വകാര്യ ആശുപത്രികൾ ഇടക്കാല ശമ്പളാശ്വാസം നൽകാൻ തയ്യാറായപ്പോൾ അമലയും ജൂബിലി മിഷനും മാത്രമാണ് അനുകൂല നിലപാട് സ്വീകരിക്കാതിരുന്നതെന്ന് സംഘടന നേരത്തെ ആരോപിച്ചിരുന്നു. മീഡിയ ടൈം, തൃശൂർ. റോഡിലെ കുഴിയും വെള്ളക്കെട്ടും പതിവാകുമ്പോൾ പ്രതിഷേധവും വേറിട്ട വഴികളിലേക്ക് മാറുകയാണ്. കയ്പമംഗലം ചളിങ്ങാട ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ യാത്രാ ദുരിതത്തിനെതിരെ നാട്ടുകാർ നടത്തിയ പ്രതിഷേധമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. റോഡിലെ വെള്ളക്കെട്ടിൽ കുളിച്ചും വഞ്ചിയിറക്കിയും പോത്തിനെ കുളിപ്പിച്ചും മീൻ പിടിച്ചുമായിരുന്നു യുവാക്കളുടെ പ്രതിഷേധം. Thank you.
കുടിവെള്ള പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കുന്നതിനായി റോഡിന്റെ ഒരു ഭാഗം കുഴിച്ച ശേഷം JCB ഉപയോഗിച്ച് മൂടിയിരുന്നു. എന്നാൽ ശക്തമായ മഴയെ തുടർന്ന് ആ ഭാഗം തോടിന് സമാനമായി മാറുകയും റോഡിലാകെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു. വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതിനാൽ മഴവെള്ളം റോഡിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. ഇതിനിടെ കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലവും പാഴാകുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഒരു കൊല്ലത്തോളമായിട്ട് ഏകദേശം ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ 6 മാസം മുമ്പ് ഇവിടുത്തെ പൊതുജനങ്ങൾ സമരം ചെയ്യുന്നത് ഇവിടെ പൊടിശല്യം മൂലമായിരുന്നു. ഇന്നും ഇതിനൊരു വ്യത്യാസമില്ലാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി PK ബഷീർ സാഹിബ് പറഞ്ഞതുപോലെ മഴക്കാലത്ത് കുഴികൾ ഉണ്ടാവും. പക്ഷെ ഇത് മഴക്കാലത്തുണ്ടായ കുഴികളല്ല, വാട്ടർ അതോറിറ്റിയുടെയും കരാറുകാരന്റെ അനാസ്ഥ മൂലം ഒരു കൊല്ലമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ ഈ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സമരങ്ങൾ നമ്മൾ ചെയ്ത് എന്നിട്ടും ഇന്നേ വരെ ഇതിനൊരു പരിഹാരം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ തന്നെ ഇതിലെ തന്നെ ഏകദേശം ഒരു 50-ൽ മേലെ സ്കൂൾ വണ്ടികളും അതുപോലെ വിദ്യാർത്ഥികളും മറ്റു യാത്രക്കാരും യാത്ര ചെയ്യുന്നത്. ഒരു റോഡിന്റെ അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് കുളമായി മാറിയതോടെ വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, രോഗികൾ, പ്രായമായവർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളുടെ യാത്രയാണ് ദുരിതത്തിലായത്. വാഹനങ്ങൾ അപകട ഭീഷണിയിലൂടെയാണ് കടന്നുപോകുന്നത്. കാൽനട യാത്രക്കാരും വലിയ ബുദ്ധിമുട്ടിലാണ്. അധികൃതരുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് വെള്ളക്കെട്ട് തന്നെ പ്രതിഷേധ വേദിയാക്കി നാട്ടുകാർ വ്യത്യസ്ത സമരം സംഘടിപ്പിച്ചത്. വെള്ളക്കെട്ടിൽ കുളിച്ചും ചെറിയ വഞ്ചിയിറക്കിയും പോത്തിനെ കുളിപ്പിച്ചും മീൻ പിടിക്കുന്നതായി അഭിനയിച്ചുമാണ് യുവാക്കൾ പ്രതിഷേധിച്ചത്. കരാറുകാരൻ്റെയും വാട്ടർ അതോറിറ്റിയുടെയും ഗുരുതരമായ അനാസ്ഥയാണ് നിലവിലെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കുകയും പൈപ്പ് ചോർച്ച പരിഹരിക്കുകയും ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു. PM നജിമുദ്ദീൻ, TU അഹമ്മദ്, PM അസ്ലം, KK ഷക്കീർ, താഹിർ, KK ഷജീർ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അന്നമനട മാമ്പ്ര യൂണിയൻ H സ്കൂളിൽ +1 പ്രവേശനോത്സവം നടന്നു. സ്കൂൾ മാനേജർ MB ഹംസ ഉദ്ഘാടനം ചെയ്തു. ഒരു കഴിഞ്ഞ കാലഘട്ടത്തിൽ നിങ്ങൾ പഠിച്ച ഒരു സ്ഥാപനമല്ല. ഒരു പല പ്രദേശം ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ അന്നമട, കൊരട്ടി, വാളൂർ, കരയാമ്പറമ്പ്, അതുപോലെ കറുകുറ്റി, ചാലക്കുടി, മാള, പൊയ്യ, അങ്കമാലി, പുളിയനം, വട്ടപ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥിനികളൊക്കെ ഈ പ്രദേശത്ത് ഇന്ന് പഠിക്കാൻ വന്നിരിക്കുകയാണ്. ഇന്നലെ വരെ മാമ്പ്ര സ്കൂളിൽ പഠിച്ച SSLCക്ക് 2 ബാച്ച് ഏകദേശം 90-95 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് 450 വിദ്യാർത്ഥികൾ ഈ +1ലേക്ക് നിങ്ങൾ പ്രവേശനം നേടിയിരിക്കുകയാണ്. അതായത് ഈ വന്നിരിക്കുന്ന 80% വിദ്യാർത്ഥികളും നിങ്ങൾ മറ്റ് പല മേഖലകളിൽ നിന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്ന പല മേഖലകളിൽ നിന്ന്, പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾ എത്തിയവരാണ്. അതായത് നിങ്ങളൊരു പുതിയ സംസ്കാരം ഇവിടെ രൂപപ്പെടുകയാണ്. നിങ്ങൾ ഇന്നലെ നിങ്ങളുടെ തൊട്ടടുത്ത ബെഞ്ചിലിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് മുറിയിലുണ്ടായ, നിങ്ങളുടെ സ്കൂളിലുണ്ടായ മുഖങ്ങളല്ല ഇന്നിവിടെ കാണുന്നത്. നിങ്ങൾ പല പ്രദേശത്തു നിന്ന് വന്ന പല സ്ലാങ്ങുകൾ, ഇപ്പം അങ്കമാലി ഭാഗത്ത് അല്ലെങ്കിൽ പുളിയനം ഭാഗത്ത് സംസാരിക്കുന്ന ഒരു ശൈലിയല്ല ഇപ്പം അടിച്ചിരി, പൂലാരി, മേലൂരിൽ നിന്ന് വരുന്ന കുട്ടികളുടെ സ്ലാങ്. ഇവിടെ ഞങ്ങളുടെ മാമ്പ്ര ഭാഗത്തും കൊരട്ടി ഭാഗത്തും അല്ലെങ്കിൽ അന്നമട ഭാഗത്തുള്ളൊരു സ്ലാങ്ങല്ല. നേരെ മറിച്ച് പൊയ്യ, പൂപ്പത്തി, മാള മേഖലയിൽ നിന്ന് വരുന്ന കുട്ടികളുടെ സംസ്ഥാനം. PTA പ്രസിഡന്റ് NA അബ്ദുൾ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ പുഷ്പൻ വർഗീസ്, KJ ജോൺസൺ, LP പ്രധാനാധ്യാപിക വീണ എന്നിവർ സംസാരിച്ചു. തുടർന്ന് രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടന്നു. ഇവിടെ എനിക്ക് ലഭ്യമായതിൽ സർവേശ്വരന് നന്ദി. എല്ലാ വെളിച്ചങ്ങളും ഉയർന്നു നിൽക്കട്ടെ. കാണുവാൻ നല്ല ഭംഗിയാണ്, അതുകൊണ്ടാണ്. അതുപോലെ നിങ്ങൾ അറിവിനെ ഉയർത്തുകയാണ്. ഹാൻഡ് ഡൗൺ, then പ്രതിജ്ഞ, ഡൗൺ, പ്രതിജ്ഞ. മേലടൂർ സർക്കാർ സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവവും വിജയോത്സവവും നടന്നു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കോമ്പൗണ്ടിലേക്ക് എത്തുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു ടീമാണ്. ആ ടീമിൽ നിന്നോട് വേണം നിങ്ങളുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. നമുക്കറിയാം
നമ്മുടെ വീടുകളുടെ സാഹചര്യങ്ങളും അതേപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വഭാവ രീതികളൊക്കെ തന്നെ വ്യത്യാസമുള്ളതായിരിക്കും. പക്ഷെ ഇവിടെ ഈ കോമ്പൗണ്ടിൽ എത്തുമ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെയാണ്. ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങളുടെ ഒപ്പം വന്ന രക്ഷിതാക്കൾ തന്നെയാണ്. നിങ്ങളെ ഒരു നല്ല ഭാവിയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ എത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രവേശനോത്സവത്തിന് അല്ലെങ്കിൽ നിങ്ങളിവിടെ വിദ്യാഭ്യാസം ആരംഭിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് കൂടിയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആദ്യം തന്നെ ഇവിടെ എത്തിയിട്ടുള്ള പുതിയ ഈ തലമുറയെ, ഈ പുതിയ യുഗത്തിന് എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ അറിയിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KS രേഖ, PT പ്രസിഡന്റ് EP രാജീവ്, SMC ചെയർമാൻ അനിൽ ജോൺ, പ്രധാനാധ്യാപിക TK സുജാത എന്നിവർ സംസാരിച്ചു. Thank you, sir. Now, I would like to invite our Panchayat President, Srimati Sunita Sadhivan, to distribute the award for the students secured with 5 letters. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയുടെ വാർഷിക പൊതുയോഗം നടന്നു. ഫാദർ ജോൺ കവലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. സംസ്കാരത്തിൻ്റെ ആത്മാവ് ഈസ് ദ സിവിലൈസേഷൻ ഓഫ് ദ സോൾ. ഞങ്ങളുടെ സഹപാഠികൾ ഉണ്ടാകുന്നതിന് ആശങ്കയുണ്ട്. ഞങ്ങളെ കുട്ടികളൊക്കെ ഓടിക്കളിച്ചില്ലാതെയാണ് ഞങ്ങളൊക്കെ കണ്ടു. ഞങ്ങൾക്ക് സന്തോഷത്തോടെ അഭ്യർത്ഥനയുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഈ കാലത്ത് ഞങ്ങൾ കിടന്നുകൊണ്ട് പറയും സ്കൂളിൽ വീട്ടിലുള്ള രക്ഷയില്ലാത്ത പ്രദേശം ഞങ്ങളൊക്കെ സംതൃപ്തരായിട്ട് നടത്തുകയാണ്. മാനസികമായി നന്നായി വളർന്നു ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയും. സെക്രട്ടറി എൻ ഷിജു, സി മുഹമ്മദ്, കവി PB ഋഷികേശ്, എഴുത്തുകാരൻ ലോഹിതാക്ഷൻ, ജില്ലാ പാർട്ടി VK ശ്രീകുമാർ, മുൻ പ്രസിഡന്റ് ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ, BR മനു പ്രസാദ്, ജോണി പനംകുളം, MC പോൾ, PT വിൽസൺ ആന്റണി, KS അശോകൻ, ജെക്സ് നിറ്റിക്കാടൻ, KC ഹരിദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. തൃശൂർ റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിശോധിക്കാൻ ചീഫ് ടെക്നിക്കൽ എക്സാമിനർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന 4 ആഴ്ചകളിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അമല ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരത്തിന് വിരാമം. ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മാനേജ്മെന്റുമായി ധാരണയായതോടെയാണ് സമരം പിൻവലിച്ചത്. നിങ്ങളെ ഒരു നല്ല ഭാവി